അതിനായിട്ട് കസ്റ്റേർഡ് ഉണ്ട്, കസ്റ്റേർഡ് പൗഡർ ഉണ്ട്, അതുപോലെ തന്നെ പാല് ഒരു ഉറുമാൻ്റെ വലുപ്പമാണിത്. നാട്ടിലാണെങ്കിൽ ഇതാ ഇത്രയും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതാ അതുപോലെ തന്നെ ഒരു റോബസ്റ്റ് ഗ്രേപ്പ്, ഇവിടെ ഉള്ളതൊക്കെ ഞാൻ എടുത്തിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പഴുത്ത 2 പഴം എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെക്കാം. ആദ്യം തന്നെ പാല് തിളപ്പിക്കാം. അപ്പോൾ എന്താ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്, 2 സ്പൂണാണ് ഞാൻ എടുത്തത്. അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്യുക. പാലൊഴിച്ചതിന് ശേഷം ഈ പൊടി ഇട്ട് മിക്സ് ചെയ്താൽ കട്ട പിടിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതിന് ശേഷം പാല് തിളയ്ക്കാനായപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്ത് നിങ്ങൾ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഒന്ന് തിളച്ച് വരാനാകുമ്പോൾ ഈ മിക്സ് ചെയ്ത പൊടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതാ ഫ്രൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നേന്ത്രപ്പഴം, ആപ്പിൾ, അനാറ്, ഗ്രേപ്പ് ഒന്നുകൂടി കട്ട് ചെയ്തിരുന്നു. അപ്പോൾ എന്താ ഓരോ ഫ്രൂട്ട്സ് ഇട്ട് കഴിയുമ്പോഴും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത പാടെ തന്നെ ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. പഴം വേണമെങ്കിൽ പാനിലിട്ടൊന്ന് വാട്ടിയതിന് ശേഷം ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്താ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ കുറച്ച് ഐസ്ക്രീം ഡെക്കറേഷന് വേണ്ടി മേലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ ഞാനൊരു തേൻമിഠായും വെച്ച് കൊടുത്ത്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.